ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കഴിഞ്ഞ നവംബർ മാസം നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകളുടെ ഭക്ഷ്യവിഹിതങ്ങളിൽ നിന്ന് ഒരു വെട്ടിക്കുറക്കലുണ്ടായിരുന്നു. പൊതുവെ BPL കാർഡിനെ അപേക്ഷിച്ച് ഒന്നും ലഭിക്കാത്ത ആളുകളാണ് നീല വെള്ള കാർഡുകാർ, പ്രത്യേകിച്ച് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾ. അവരിൽ നിന്ന് നീല കാർഡുകാർക്കുള്ള 1 കിലോ ആട്ടയും വെള്ള കാർഡുകാർക്കുള്ള ആകെ ലഭിക്കുന്ന 3 കിലോ അരിയിൽ നിന്ന് 1 കിലോ അരിയും ആകെ ലഭിക്കുന്ന ആട്ടയിൽ നിന്ന് 1 കിലോ ആട്ടയും വെട്ടിക്കുറച്ചിരുന്നു. അത് ഈ ഡിസംബർ മാസം വന്നപ്പോൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നതുകൊണ്ടാവാം ആ ആട്ടയും 1 കിലോ അരിയും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ സർക്കാരിന് പറയാൻ ഒരു ന്യായം ഉണ്ടാകും. ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ലഭ്യതക്കനുസരിച്ചാണ് ഈ വിഹിതങ്ങളെല്ലാം നൽകുന്നത് എന്ന്. അപ്പൊ ലഭ്യത കുറഞ്ഞതുകൊണ്ട് ഇവർക്ക് കുറച്ചതാവാം എന്നായിരിക്കും ഇതിന്റെ ഒരു വിശദീകരണം. എന്നിരുന്നാലും നമ്മൾ സാധാരണക്കാരായ ആളുകൾക്ക് അത് വലിയ കോമഡിയാണ്. കാരണം കേവലം 3 കിലോ അരി മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത്. ആ ഒരു അരിയിൽ നിന്നാണ് ലഭ്യതക്കനുസരിച്ച് വരുമ്പോൾ വെട്ടിക്കുറക്കുന്നത്. വലിയ പണക്കാരുള്ള വെള്ളക്കാർഡുകാരുടെ കാര്യമല്ല. പക്ഷെ പകുതിയിലധികം വെള്ള റേഷൻ കാർഡുള്ള ആളുകളും പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കിയിട്ടും അല്ലാതെ അനർഹമായിട്ടും വെള്ള നിറത്തിലുള്ള റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന ആളുകളാണ്. അവർക്ക് യാതൊരു വിഹിതങ്ങളും ഇല്ലാത്ത ആളുകളാണ്. അവർക്ക് കേവലം ഈ ഉള്ള അരിയെങ്കിലും തീർച്ചയായിട്ടും സർക്കാരുകൾ നൽകാൻ ഒരു മനസ്സ് കാണിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ അത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസം കുറഞ്ഞ ലഭ്യത ഈ മാസം കൂടി എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. വളരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്താവാം ഈ മാസം കഴിഞ്ഞ മാസം വെട്ടിക്കുറച്ച ഓരോ കിലോ ആട്ടയും ഓരോ കിലോ അരിയും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കരുതും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ഉണ്ട്, വീണ്ടും കാണാം. ഇതുവരെയും.